ബിഗ് ബോസ് ഹൗസിലേക്ക് സാബു വന്നിരിക്കുകയാണ്. എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുവിനെ കണ്ടിട്ട് എല്ലാത്തിനും എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു സാബുമോൻ എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും അത്രയും ഷോക്കിംഗ് ആയിരുന്നു സാബുവിനെ കണ്ട നിമിഷം മുതൽ. അവർക്ക് എന്താണ് സാബുവിന്റെ അടുത്ത് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മൊത്തത്തിലുള്ള കൺഫ്യൂഷൻ അവർക്കിടയിൽ കാണാനായിട്ട് സാധിച്ചു. വവ്വാലുകളായിട്ടാണ് 15 എണ്ണം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. കറക്റ്റ് വവ്വാലുകളുടെ വേഷമാണ് എന്തായാലും ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. സാബുവിനെ കണ്ട് സാബു അകത്തേക്ക് കയറി. സാബു എന്തായാലും വെറുതെ വിടുന്ന മുതലല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സാബു അതിന്റെ ഇടയിൽ കൂടെ ഋഷിക്കിട്ടൊന്ന് കൊത്തുന്നുണ്ടായിരുന്നു. HR-ന് എന്താണ് ഇവിടെ കാര്യം, റിസപ്ഷനിൽ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഋഷിക്കിട്ട് ഫസ്റ്റ് തന്നെ ഒരു കൊത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പവർ റൂമിലേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ സോറി പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്യാത്തവർ സോറി എൻ്റെ അടുത്ത് പറയരുത്, തെറ്റ് ചെയ്തവർ മാത്രം സോറി പറയുക എന്നൊരു ഡയലോഗും അവിടെ സാബു ഉന്നയിച്ചു. അതിന് മൊത്തത്തിലാകെ കിളിപോയ അവസ്ഥയിലാണ് മത്സരാർത്ഥികൾ. സാബുമോനായതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ ചെന്നുപെട്ടിരിക്കുന്നത്.